പ്രിയപ്പെട്ടവരെ, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കൂടെ ചേർന്ന് ചില അറബ് രാഷ്ട്രങ്ങൾ നടത്തുന്ന കടുത്ത ചതികളെക്കുറിച്ചാണ് ഇപ്പോൾ മീഡിയകളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഗസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി ഗസയുടെ തീരപ്രദേശത്ത് മെഡിറ്ററേനിയൻ കടലിൽ സീപോർട്ട് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും അതുവഴി ഗസയിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് വടക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുക എന്നതായിരുന്നു ബൈഡൻ പ്രഖ്യാപിച്ച കാര്യം. അതിന് ബൈഡൻ പറഞ്ഞിരിക്കുന്നത്, റഫ വഴി കരമാർഗത്തിലൂടെ സഹായം എത്തിക്കുന്നത് ഇസ്രയേൽ അനുവദിക്കുന്നില്ല. വ്യോമതലങ്ങളിലൂടെയുള്ള സഹായം എത്തിക്കുക എന്നത് വലിയ പ്രതിസന്ധിയുള്ള കാര്യമാണ് എന്ന് അമേരിക്ക തെളിയിക്കുകയും ചെയ്തു. മുകളിൽ നിന്ന് സഹായം താഴോട്ട് ഇട്ടുകൊടുക്കുന്ന സമയത്ത് പാരച്യൂട്ടുകൾ തുറക്കാതെ വലിയ അപകടമുണ്ടാവുകയും കുറെ ഫലസ്തീനികൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് അത്ര പ്രായോഗികമായ രീതിയല്ല എന്ന് തെളിയിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ അനുമതിയോടുകൂടെ കടൽ വഴി, അതായത് ഈ ഗസയുടെ തീരപ്രദേശത്ത് ഒരു സീപോർട്ട് സ്ഥാപിച്ച് അതുവഴി കൊണ്ടുവരാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. അതിനു വേണ്ട സൗകര്യങ്ങൾ സജ്ജീകരിക്കാൻ വേണ്ടി അമേരിക്കയുടെ സൈന്യത്തെ എത്തിക്കുന്ന കാര്യവും ജോ ബൈഡൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ ഒരു കടുത്ത ചതിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ചില അറബ് രാഷ്ട്രങ്ങളുമായി കൂടിയാലോചിച്ചതിന് ശേഷമുള്ള ഗൂഢാലോചനയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരിക്കും ആ അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറയാതെ തന്നെ പ്രേക്ഷകരായ ആളുകൾക്കൊക്കെ ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ ഇത് സഹായം എത്തിക്കുക എന്നതല്ല, അമേരിക്ക അവിടെ സൈനികരെ വിന്യസിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് മെഡിറ്ററേനിയൻ കടലിൽ ഗസയുടെ തീരഭാഗത്ത് അമേരിക്കയുടെ സൈനികരെ വിന്യസിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ 30,000-ത്തിലധികം ആളുകൾ ഗസയിൽ പെടഞ്ഞു വീഴുമ്പോൾ ബൈഡന്റെ നിലപാടുകൾ മാറിയിരുന്നില്ല. കുട്ടികളെ നിഷ്ഠൂരമായി ഇസ്രായേൽ സൈന്യം കൊന്നുകളയുന്ന സാഹചര്യത്തിൽ ഈ ജോ ബൈഡൻ അതിനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അപ്പോഴും ആയുധങ്ങൾ യഥേഷ്ടം കയറ്റി അയക്കുകയായിരുന്നു ബൈഡൻ ചെയ്തിട്ടുള്ളത്. ഈ ആയുധങ്ങൾ ഇസ്രായേലിൽ എത്തിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഇസ്രായേലിന് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ ഈ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഗസയുടെ തീരഭാഗത്തുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഗ്യാസ് തന്നെയാണ് അമേരിക്കയും കണ്ണുവച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് പൂർണ്ണ ഒത്താശ നൽകുന്നത് അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ്. ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പാണ് CNN റിപ്പോർട്ട് വളരെ കൃത്യമായി വന്നിട്ടുണ്ടായിരുന്നു. അറബ് രാഷ്ട്രങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തീർത്തും ഗസയിലെ ഈ ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. കാരണം അവിടെ നിലനിൽക്കുന്നതെല്ലാം വാർ ക്രൈമുകളാണ്, യുദ്ധ കുറ്റകൃത്യങ്ങൾ മാത്രമാണ്. പക്ഷേ അറബ് രാഷ്ട്രങ്ങൾ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുത്തിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ഫലസ്തീനികൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് CNN പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. യൂറോപ്പ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളുമായി യുദ്ധം ചെയ്യുന്നത് ആയുധങ്ങൾ നൽകിയോ അല്ലെങ്കിൽ നേരിട്ട് സൈനികരെ അതിനുവേണ്ടി തയ്യാറാക്കിയോ അല്ല. നേരെ മറിച്ച് ഇപ്പോൾ പണവും നൽകേണ്ടതില്ല, ആയുധവും നൽകേണ്ടതില്ല. അതെല്ലാം അവർ തന്നെ വാങ്ങി അവരെ നശിപ്പിക്കാനുള്ള നീക്കം അവർ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളോടിപ്പോൾ അങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി വരാൻ ആവശ്യപ്പെടുകയാണ്, പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വരില്ല എന്ന സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ് അവരെ കൊന്നുകൊണ്ടിരിക്കുന്നത്, അവരുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യുദ്ധങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ് എന്ന വ്യക്തമായ സൂചന നൽകുന്നതാണ് ഈ റിപ്പോർട്ട്. ഇപ്പോൾ ഈജിപ്തിലെ ഒരു വലിയ പ്രദേശത്ത് നിന്ന് ആളുകളെയെല്ലാം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് അവരെ കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഭാഗം UAEക്ക് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഈ വിൽപ്പന നടത്തി അവിടെ UAE അധീനതയിൽ വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നാളെ ഏത് സാഹചര്യങ്ങളിലേക്ക് നീങ്ങും. ഈജിപ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇസ്രയേലുമായി ബോർഡർ പങ്കിടുന്ന രാഷ്ട്രമാണ്. എന്നാൽ ഇത് പിന്നീട് ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് പല ആളുകളും പല രൂപത്തിൽ അത് പ്രവചിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ചില അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലുമായി ചേർന്ന് വലിയ ഗൂഢാലോചനയാണ് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ, മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ട രൂപത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.